ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് എഗ് ബുർജി പോലെ ഇന്നൊരു റെസിപ്പി ട്രൈ ചെയ്താലോ? അതാണ് പനീർ ബുർജി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിന്ന്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഗീയോ ബട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് 2 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇതൊരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി കൂടി അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ തക്കാളി ഫ്രൈ ആയ ഒരു 2-3 മിനിറ്റ് എടുക്കും. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൂൺ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പച്ച സ്മെല്ലെല്ലാം പോയി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. പനീരൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. പനീരിന് അധികം നേരം വേണ്ട കുക്കാവാൻ, പെട്ടെന്ന് കുക്കായി കിട്ടും. സോ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം, അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പനീറിൻ്റെ കൂടെ ഒരു ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. സോ ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ്. നമ്മുടെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് കൊറിയാണ്ടർ ലീഫ് വെച്ച് ഇത് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം ഫ്ലെയിം. ഇപ്പോൾ എഗ് ബുർജി പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. എഗ് ബുർജിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടിയോ ഒക്കെ സെർവ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.